അൻ അത്വാഇൻ വ അമ്രി ബിൻ ഷുഐബിൻ ഖാല ഇന്ന റജുലൻ അത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ യാ റസൂലല്ലാഹ് ഹലക്തു ഖാല വമാ അഹ്ലകക്. ഒരു വിശദമായ ഒരു ഹദീസാണ്. പരിശുദ്ധ റമദാനു ഷരീഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് പാടുള്ള ഒരു സംഭവമാണ്. അന്ന റജുലൻ അത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. ഇയാൾ വന്നിട്ട് എന്താ പറയണത്? യാ റസൂലല്ലാഹ് ഹലക്തു, പൊന്നാര നബിയെ ആകെ സ്വീപ്പായല്ലോ. നമ്മളെ ഭാഷയിലൊക്കെ പറയില്ല ആകെ പിടുത്തം വിട്ട്. ഈ രൂപത്തിലാണ് ഇയാൾ പറഞ്ഞത്, ഹലക്തു ആകെ ഹലാക്കായി. കാൽ അള്ളാഹു റസൂൽ ചോദിച്ച വമാ ഹലക്കക്ക്, എന്താണ് സംഭവിച്ചത്, എന്തു പറ്റി? ഉടനെ അയാൾ പറഞ്ഞു കാല വക്കാത്തു അലംറഅത്തി ഫി റമദാൻ, റമദാൻ്റെ പകലിൽ ഞാൻ ഭാര്യയായിട്ട് ബന്ധപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ജിമാ നടന്നു. അപ്പോൾ അത് പാടില്ലല്ലോ, അത് പ്രത്യേകം പകൽ കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി കൽപ്പനയാണ്. രാത്രി ഫുള്ള് ഓപ്പൺ ആക്കിയണല്ലോ. റമദാൻ്റെ ആദ്യഘട്ടം രാത്രി ഫുള്ളായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടും മറ്റൊക്കെ കണ്ടപ്പം അള്ളാഹു വീണ്ടും ഇളവ് ചെയ്തു. രാത്രി മുഴുവൻ നമുക്ക് ഉഹില്ലലക്കും ലൈലത്ത സിയാമി അറഫത്തു ഇലാ നിസായിക്കും, നീണ്ട ആയത്തുണ്ട്. രാത്രി നിങ്ങൾക്ക് എല്ലാ നിലക്കും നീങ്ങുക, ഭാര്യമാരായിട്ട് ഇണങ്ങി ജീവിക്കുക, ഒലുങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ അങ്ങോട്ടുള്ളതാണ്, ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹുന്ന്, വിശദമായ വളരെ ഇറങ്ങിക്കൊണ്ട് തന്നെ അള്ളാഹു ആ കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പിന്നെ പകൽ നോമ്പല്ലേ, വളരെ ജാഗ്രത പാലിക്കണം. പക്ഷേ ഇയാൾ എത്ര ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞാലും പലതും സംഭവിക്കുമല്ലോ. അങ്ങനെ ഇയാൾ ഈ സംഭവം വന്ന് റസൂലുള്ളാഹിൻ്റെ സന്നിധിയിൽ വന്ന് പറയണം. കാരണം എല്ലാത്തിനും പരിഹാരം അവിടെയാണല്ലോ ഉണ്ടാവുക. ഉടനെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെ എന്താണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു റസൂൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്നാൽ ജോലിക്കാരൻ തുണത്തിക്കു റക്കബത്തൻ, ഇനിയൊരു അടിമനെ മോചിപ്പിക്കണം. അള്ളാഹു റസൂൽ അയാളോട് പറയാണ്, ഈ നോമ്പ് റമദാൻ്റെ നോമ്പ് ജിമാ മുഖേന ഫസാദാക്കിയല്ലോ, അപ്പോൾ അതിന് ഞാൻ കഫാറത്ത് ഒരു അടിമനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഞാനോ എങ്ങനെ നടക്കാനാണ്, അതൊന്നും എന്നോട് സാധിക്കൂലായിരുന്നു. അപ്പോൾ അള്ളാഹു റസൂൽ ചോദിച്ചു, ഹൽ തസ്തതിയു അൻ തസൂമ ഷെഹ്റൈനി മുത്തതാബിയൈൻ, 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് വിൽക്കണം എന്ന് പറഞ്ഞാൽ ഒരു 60 ദിവസം നമ്മൾ സുമാർ പറയാം, അറബി മാസം അങ്ങോട്ടോട്ട് നിൽക്കുന്നാലും 60 ദിവസം കണ്ടിന്യൂ തുടരെയായിട്ട് നോമ്പ്. 20 ദിവസം നോറ്റു, 21ാമത്തെ ദിവസം എന്തോ കല്യാണം ഉണ്ട്, അതിനും വേണ്ടി നോമ്പ് ലീവാക്കി. പിന്നെ 21ാമത്തെ 2ാമത്തെ ദിവസം തുടങ്ങാൻ പറ്റില്ല. മുത്തതാബിയായി തുടരെ 2 മാസം നോമ്പ് നോൽക്കണം. റമദാൻ്റെ പകലിൽ ഈ നിലക്ക് ജിമാ കൊണ്ട് നോമ്പ് ഫസാദാക്കിയാൽ അതിൻ്റെ ഗൗരവമാണത്. ഇയാൾ പറഞ്ഞു അത് നടക്കും തോന്നണില്ലായിരുന്നു, ഉള്ളവർ പറയാണ്. അപ്പോൾ അതാണ് റസൂൽ ചോദിക്കുന്നത്, പിന്നെ വേറൊരു മാർഗ്ഗമുണ്ട്, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പാത്രമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, നമുക്ക് വിശദമായിട്ട് പിന്നെ കാണിക്കാം. ഒരു കുറഞ്ഞ ഭക്ഷണം, അപ്പം ഒരു മുദ്ദ് ഒരാൾക്ക്, അങ്ങനെ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. ഈ ചെയ്ത പണിക്ക് കഫാറത്ത് ഇതാണ്. 3 വകുപ്പ് അയാൾക്ക് കൊടുത്തു. ആദ്യത്തെ 2 അയാൾക്ക് പറ്റൂല, 3ാമത്തെ ഇങ്ങനെ ഒരു 60 ആൾക്ക് ഭക്ഷണം കൊടുത്തൂടെ? ഞാനോ എൻ്റെ കാര്യം തന്നെ ഇപ്പോൾ കുറച്ച് പ്രയാസം, അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞു. ഇയാൾ അവിടെ പോയി ഇരിക്കുകയായിരുന്നു. ഇയാളോട് റസൂൽ സഹാബത്തെ കൊണ്ട്, സഹാബത്തത് ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ സംഭവം വരികയല്ലേ. ഒരു പക്ഷേ ഇങ്ങനത്തെ പലതും നടന്ന ആൾക്കാർ വേറെ ഉണ്ടാവും, ചിലർ മിണ്ടാത്തവരുണ്ടാവും. ഇയാളത് വന്ന് പറഞ്ഞു. ഇയാളോട് പറഞ്ഞേ, ഇനിയിപ്പോൾ ഇയാളോട് എന്താ പറയുക, അവിടെ പോയി ഇരിക്കുകയായിരുന്നു. ഇയാളവിടെ പോയിരുന്നു. അങ്ങനെ പിന്നെ സഹാബത്ത് അവിടെ വേറെ വർത്തമാനങ്ങളൊക്കെ ആയി. ഇയാളോടെ ഇരിക്കുന്നുണ്ട്. ഇയാൾക്ക് ഇപ്പോൾ ഇതൊരു തീരുമാനം കിട്ടിയിട്ടുമില്ല, ഇനിയിപ്പോൾ എന്താക്കും. കുറച്ച് കഴിഞ്ഞപ്പം അതാ വരുന്നു, ഒരു കഴുതപ്പുറത്ത് ഒരു ചാക്ക്, ഒരു 50 കിലോ ഒക്കെ ഉണ്ട്, ഒരു 1/2 കിൻഡൽ എന്തോ ഒരു ലഗേജ് വരികയുണ്ട്. റസൂലുള്ളാഹിക്ക് കൊണ്ടുവരികയാണ്. അള്ളാഹു റസൂലിൻ്റെ അടുത്ത് വന്ന് ആൾ നിർത്തി. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, ഇത് ഈത്തപ്പഴമാണ്, ഇവിടുത്തെ സ്വതക്കയാണെന്ന് പറഞ്ഞു. ആ ശരി, ഇന്ന് അവിടെ ഇറക്കി വെച്ചാളാ. അള്ളാഹു റസൂൽ അത് അവിടെ ഇറക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് റസൂൽ അവിടെ ചോദിച്ചു, അതിനെ സായിൽ ഇവിടെ മറ്റേ ചങ്ങായി ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ പോയില്ല, ഇവിടെ തന്നെ ഉണ്ട്, എന്താണ്? അള്ളാഹു റസൂൽ ആ കൊണ്ടുവന്ന ഈത്തപ്പഴത്തു നിന്ന് അയാൾക്ക് കുറച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് തസദ്ദഖ് ബിഹാദ, ഇത് കൊണ്ടുപോയി സ്വതക്ക, എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നുമില്ലല്ലോ, എൻ്റെ ആ വിഷയം പരിഹരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. അതുകൊണ്ട് 60 മിസ്കീന്മാർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം ഞാൻ പറഞ്ഞില്ലേ, അതിന് എൻ്റെ അടുത്ത് മുതലില്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇത് കൊണ്ടുപോയിക്കോ, ഇതുകൊണ്ട് ഇല്ലാണ്ട് അവിടെ പാവപ്പെട്ടവർക്ക് കൊടുത്താളാ. അപ്പോൾ ഇയാൾ ചോദിച്ചു, അല അഫ്കറ മിന്നി, എന്നേക്കാൾ പാവപ്പെട്ട ആൾക്കാർക്കാണ് കൊടുക്കേണ്ടി ചോദിച്ചു. അതാ കൊടുക്കേണ്ടത് പറഞ്ഞു. എന്നാൽ തങ്ങളെ ഒരു കാര്യം കേട്ടോളി, ഞങ്ങളാ ഏരിയയിൽ, ആ കോളനിയിൽ ഞാനല്ലാതെ ഞാനും എൻ്റെ കുടുംബമാണ് അവിടെ പറ്റ പാവപ്പെട്ടവർ, ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളെ മേലുള്ള മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. ഹദീസിൽ കാണാം. ഇത് കേട്ടപ്പം അയാളെ പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ ബൈന ലാബത്തേഹ അഹ്ലു ബൈത്തിൻ അഫ്കറു മിന്നി, ആ ഭാഗത്ത് ഞങ്ങളെക്കാൾ പാപ്പറസൂട്ടായ ഒരു കുട്ടി അവിടെ അല്ല, ഇത് ഞങ്ങൾ വേറെ പാവങ്ങൾക്ക് കൊടുക്കാനാണ്. ഫളഹിക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത്ത് നജവാജിദുഹു,
ഉടനെ റസൂൽ ആണ്ട് ഊക്കിൽ ചിരിച്ചുപോയി. റസൂലുള്ളാഹിൻ്റെ അണപ്പല്ല്, കോട്ടിലെ പല്ല് അതുവരെ കണ്ടു. സാധാരണ റസൂൽ പുഞ്ചിരിയാണ്, ചിരിച്ചാതൊക്കെ ഈ ജാതി വർത്താനല്ലേ ഇയാൾ കാട്ടിക്കൂട്ടുന്നത്. എല്ലാവരും ചിരിച്ചു, റസൂലും ആജാതി ചിരിച്ചു. റസൂൽ പറഞ്ഞാൽ കൊണ്ടുപോ അതീംഹു ആഹില കജു എൻ്റെ കുടുംബം തീറ്റകളാണ് തിന്നോളി എന്നും പറഞ്ഞ് അയാളെ റസൂലുള്ള മടക്കി വിട്ടു. എന്നിട്ട് ഒരു നോമ്പ് ഖളാ വിട്ടാലോട് കൽപ്പിച്ചു, ബാക്കി ഇങ്ങനെ ചെയ്യാനും കൽപ്പിച്ചു. ഒരു പ്രധാന സംഭവമാണ്, റമദാനിൻ്റെ പകലിൽ ജിമാഅ് കൊണ്ട് നോമ്പ് ബാത്തിലായാൽ, നോമ്പ് ഫസാദാക്കിയാൽ അതിന് വരുന്ന കഫാറത്ത് 3 വിധമാണ്. ഒന്നെങ്കിൽ ഒരു അടിമനെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കുക, അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഒരു മുദ്ദ് എന്നുള്ള ഒരാൾക്ക് എന്നുള്ള വിഹിതം കഫാറത്ത് കൊടുക്കണം. ഇത് നിയമമാണ്. ഇത് സ്വന്തക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇയാളെ ചരിത്രം അതൊരു പ്രത്യേക ഓപ്ഷൻ ആയതുകൊണ്ട് റസൂൽ അങ്ങനെ അംഗീകരിച്ചതാണ്. അത് മറ്റുള്ള ആളുകൾക്ക് തന്നെ കൊടുക്കണം എന്നതുമാണ് അതിന് നിയമം. അപ്പോൾ ആ വിഷയം ഗൗരവമാണ്. റമദാൻ്റെ പകലിൽ അത്തരം സംഭവങ്ങളൊന്നും വരാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഭർത്താവ് 2 കൊല്ലമായി ഗൾഫിലാണ്, ഇന്ന് വന്നതാണ്. നട്ടുച്ചക്കൊക്കെ വന്ന് പ്ലേറ്റ് ഇറങ്ങിയാൽ 2 കൊല്ലം കഴിഞ്ഞ് വരികയല്ലേ. അപ്പോൾ എന്തായാലും കെട്ടിപ്പിടുത്തും മറ്റൊക്കെ. അപ്പോൾ റമദാനാന്ന് മറന്നു പോകാൻ പാടില്ല, ക്ഷമയോട് നിൽക്കണം. അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങി വരികയാണ്, 5 കൊല്ലമായി ജയിലിലാണ്, നിരപരാധിയായിട്ട് കുടുങ്ങിയതാണ്. എത്ര വിഷമത്തിൽ എത്ര ദുആ ചെയ്തിട്ടുണ്ടാവും ഒന്ന് പുറത്തിറങ്ങി കിട്ടാൻ. അപ്പോൾ വിധി പാസ്സായി, ഇന്ന് രാവിലെ പുറത്ത് വിടുന്നു. പുതിയാപ്പളൻ വന്നു, റമദാൻ്റെ പകലാണ്. അപ്പോൾ ആ സ്നേഹബന്ധത്തിലൊക്കെ പറയുന്നു. പക്ഷേ തമ്മിൽ ചുംബനം കൊടുക്കണതോ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചതോ അതൊന്നും അല്ല വിഷയം. അതുകൊണ്ടൊന്നും സംഭവിക്കണില്ല. വേറെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അതേ സമയത്ത് ജിമാഅ് സംഭവിച്ചാൽ അതുകൊണ്ട് നോമ്പ് ഫസാദാക്കിയാൽ ഗൗരവം വലുതാണ്. അതേസമയത്ത് ഇതൊന്നും അറിയില്ല, മറന്നുകൊണ്ട് സംഭവിച്ചാലോ അതിനെക്കുറിച്ച് പ്രത്യേകം പറയാനില്ല, അറിയില്ലല്ലോ. അതല്ലെങ്കിൽ രാത്രിയാണെന്ന ധാരണയിൽ ജിമാഅ് നടന്നു, ഫജ്ർ ആയിട്ടില്ല എന്ന ധാരണയിൽ നടന്നതാണ് സംഭവം. പിന്നെ ക്ലോക്ക് നോക്കുമ്പോൾ ഇത് ഫജ്ർ ആയിക്കണമെന്ന് ബോധ്യമായി. എന്നാലും അവർക്ക് ഈ കഫാറത്തൊന്നുമില്ല, അവർ ഇത്തരം നിയമങ്ങൾക്ക് ബാധകമല്ല. മനഃപൂർവ്വം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് റമദാൻ്റെ നോമ്പ് ഈ രൂപത്തിൽ ഫസാദാക്കിയാൽ വല്ലാത്ത അപകടമാണ്. ആ കാര്യം ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ സന്നിധിയിൽ ഇങ്ങനത്തെ ഓരോന്ന് വരുന്ന സ്വഹാബത്ത് കാണുന്ന എന്തൊക്കെ പഠനങ്ങളും ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. റസൂലുള്ളാഹിൻ്റെ ചിരി അതിൽ പ്രത്യേകമാണ്. സാധാരണ റസൂൽ പുഞ്ചിരിക്കുക ചെയ്യുക, ആ സമയത്ത് ഉഷാറായിട്ട് തന്നെ നന്നായി ചിരിക്കണ ഘട്ടങ്ങളുണ്ടാവും. അതിൽപ്പെട്ട ഒരു സംഭവമാണിത്. ഹദീസിൽ വേറെയും ചില സംഭവങ്ങൾ കാണാൻ റസൂലുള്ള പ്രത്യേകം ചിരിച്ച്. ഒരിക്കൽ ആയിഷ ബീവി ഒരു ഭക്ഷണമായിട്ട് വന്നു, ഒരു അലീസ പോലുള്ള ഒരു സംഭവം ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പം സൗദാ ബീവി അവിടെ ഉണ്ട്. അള്ളാൻ റസൂലുള്ളാഹിക്ക് ഇത് കൊടുത്ത് ആയിഷ ബീവി കഴിച്ചോളി. സൗദാ ബീവിയോട് റസൂൽ പറഞ്ഞു, വലിയൊരു കമ്പനിയൊക്കെയാണ്. സൗദാ ബീവി പ്രായമുള്ള പെണ്ണാണ്, എന്നാലും കൂടിയിട്ട് സൗദാ അജ്ജു കഴിക്കണം കേട്ടോ ആയിഷ ബീവി, എനിക്കെൻ്റെ ആ സാധനമൊന്നും വേണ്ട, എനിക്കത് അത്ര പോവില്ല എന്ന് ബീവി സൗദ റളിയല്ലാഹു തആല അൻഹ ആയിഷ ബീവിയോട് പ്രതികരിച്ച്. ആയിഷ ബീവി വിട്ടില്ല, ഇജ്ജ് തിന്നേ പറ്റൂ, തിന്നിട്ടില്ലേ എൻ്റെ മുഖത്ത് ഞാൻ എടുത്ത് പറ്റുന്നതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ സൗദാബിയോ തിന്നതുമില്ല, അതിന് കുറച്ചും കോരിയിട്ട് സൗദാബീൻ്റെ മുഖത്ത് കുട്ടികളുണ്ടാവില്ലേ ഐസ്ക്രീം പറ്റുന്നത് പോലെ ആയിഷ ബീവി ചെയ്യുകയാണ്. ഈ സമയം റസൂൽ അവിടെ ഉണ്ട്. അള്ളാഹ് റസൂൽ വലിയ കളിയൊക്കെ കാണുകയാണ്. ഉടനെ തന്നെ റസൂൽ എന്ത് ചെയ്തു, കുറച്ചും കോരിയിട്ട് ആർക്ക് കൊടുത്തു, സൗദാബിക്ക് കൊടുത്തു. മുളമരത്ത് മുഖത്ത് ആയിഷൻ്റെ മുഖത്ത് പറ്റിക്കളാന്ന് പറഞ്ഞു. തിരിച്ചങ്ങോട്ടും ചെയ്തു. ഫലാഹിക്ക റസൂൽ അത് കണ്ട് അള്ളാഹ് റസൂൽ നന്നായി ചിരിച്ചു. കളികളാണ്, റസൂൽ ചിരിക്കുന്നുണ്ട്. ഇത് നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്തുനിന്നൊരു ശബ്ദം, യാ അബ്ദുല്ലാ അബ്ദുല്ലാ. അപ്പോൾ എന്താണ് ശബ്ദം കേട്ടപ്പോൾ ഉമറെന്നൊരു മോനെ വിളിക്കുകയാണ്. റസൂലിന് മനസ്സിലായി ഉമറെന്നൊരു വരുന്നുണ്ട്. ഉടനെ തന്നെ റസൂൽ പറയുന്നുണ്ട്, ഉമർ വരുന്നുണ്ട് തോന്നുന്നുണ്ട്, പെട്ടെന്ന് മുഖം കഴിക്കോളി, പെട്ടെന്നാണ് മാറിയെന്നോളി, ഉമർ വരുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി അവർ ആ കളിയിലൊക്കെ കൂടി ചിരിച്ചു. അത് റസൂലുള്ളാഹി എന്നുള്ള ആ ഒരു ദാത്തു ഷരീഫ് മുത്തനബിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ പഠിക്കണം. എപ്പോഴും കനം പിടിച്ചിരിക്കുക, ചിരിക്കാത്ത ആളൊന്നുമല്ല റസൂൽ. ഏതായാലും ഇവിടെ വലിയ ചിരിയിരിക്കുന്ന സംഭവം ഉണ്ടായത്, റമദാൻ്റെ പകൽ ഇങ്ങനത്തെ കേസുമായിട്ട് വന്ന് കഫാറത്തിനുള്ള കാര്യം ഈ സ്വഹാബിൻ്റെ അടുത്തില്ല എന്നുള്ള ആ ഒരു രസകരമായ സംഭവം നമുക്ക് പാടുണ്ട്. നല്ല ശ്രദ്ധ വേണം. റമദാനിൻ്റെ പകലിൽ ഇത്തരം ഘട്ടങ്ങൾ വന്നാൽ ഗൗരവമാണ്, ശ്രദ്ധ വേണം. ഇന്നത്തെ ഈ പള്ളി ഇത് ഹദീസൊക്കെ കേൾക്കുമ്പോൾ പല ആൾക്കാരും ഒരുപാട് തൂണും ഏതാണ് ഇപ്പോൾ ഈ പള്ളി എന്നൊക്കെ അറിയാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടാവും. ഇത് കോഴിക്കോട് കുറ്റിച്ചിറ ജുമാ മസ്ജിദ്, കോഴിക്കോട്ടെ മസ്ജിദുകളിൽ വളരെ പ്രധാനപ്പെട്ട പള്ളിയാണ്, വളരെ പഴക്കമുള്ള പള്ളി. 3 പള്ളികൾ ഈ ഭാഗത്തുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് മിസ്കാൽ പള്ളിയുണ്ട്, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മുച്ചുന്തി പള്ളി എന്ന് പറഞ്ഞിട്ട്, അതാണ് ഏറ്റവും പഴക്കം. പിന്നെ പഴക്കമുള്ള പള്ളി ഇതാണ്, അതിൻ്റെ ശേഷം വന്നതാണ് മിസ്കാൽ പള്ളി. ഒക്കെ വലിയ വലിയ ചരിത്രമുള്ള പള്ളികളാണ്. പഴയകാലത്ത് വലിയ ദർസ് നടന്ന കേന്ദ്രമാണ് ഇവിടെ. ഈ പള്ളിയായിരുന്നു കോഴിക്കോട്ടെ ഖാദിമാരെ കേന്ദ്രം. ഇതിൻ്റെ മുൻനിരയിലാണ് ഖാദി മുഹമ്മദ് എന്നൊരു ഖബറുണ്ട്, അവരുടെ ഉപ്പ, അങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ മഹാപണ്ഡിതന്മാർ
ഇതിൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ നേരെ പിറകുവശത്ത് അങ്ങോട്ട് കാണുന്ന വാതിൽ അവിടുന്ന് നോക്കിയാൽ അവിടെയാണ് നമ്മളെ ഷാദുലി മാലയ്ക്ക ഉണ്ടാക്കിയ മഹാനരായ ഖാദി അബൂബക്കർ കുഞ്ഞി തങ്ങളുടെ അവരുടെ ഖബർ അവിടെയാണ്. അവരെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് വീണ്ടും ഇവിടെ ഒന്ന് പറയാനുണ്ട്. ഈ പള്ളിയിൽ ഷാദുലി റാത്തീബൊക്കെ സ്ഥാപിച്ചത് അബൂബക്കർ കുഞ്ഞി ഖാദിയായിരുന്നു. ഒരുപാട് മഹാന്മാരുള്ള വലിയ ചരിത്രമുള്ള പള്ളിയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് കൂടുതൽ വിഷയങ്ങൾ വേറെ പറയാനുണ്ട്, പിന്നെ ആവാം.